ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1857 വിപ്ലവത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കണേ. എന്ന ക്ലാസ്സിലേക്ക് പോകാം. 1857 വിപ്ലവം അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യോത്തരങ്ങൾ നോക്കാം. 1857 തീപ്പൊരി പാറിയ സ്ഥലം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ബാരക്പൂർ. ഏതാണ്? ബാരക്പൂർ. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റ്. ഏതാണ്? മീററ്റ്. കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഡൽഹി. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് സത്യപ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഝാൻസി റാണി. 1857 വിപ്ലവകാലത്ത് ആസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? മണിറാം ദത്ത. ആരാണ്? മണിറാം ദത്ത. ഝാൻസി റാണിയുടെ ദത്തുപുത്രന്റെ പേര് ദാമോദർ റാവു. 1857 വിപ്ലവകാലത്ത് ബറൗട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയതാരാണ്? ഷാമാൽ. അദ്ദേഹം ജാട്ട് നേതാവാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഝാൻസി റാണി. 1857-58 കാലഘട്ടത്തിൽ വിപ്ലവ സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഝാൻസി റാണി കോട്ടയിൽ നിന്ന് ചാടിയത് ഏത് കുതിരയുടെ പുറത്തു നിന്നാണ്? ബാദൽ. ഝാൻസി റാണി കൊല്ലപ്പെട്ടത് ഗ്വാളിയോർ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബ്. ആരാണ്? നാനാ സാഹിബ്. 1857 കലാപ സമയത്ത് രോഹിൽഖണ്ഡിൽ കലാപം നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. 1857 വിപ്ലവ സമയത്ത് മീററ്റിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കദം സിംഗ്. 1857 വിപ്ലവ സമയത്ത് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഫർ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ്? റങ്കൂൺ. എവിടേക്കാണ്? റങ്കൂൺ. 1857 കലാപത്തിന്റെ പ്രവാചകൻ അസീമുള്ള ഖാൻ. 1857 കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെടുന്നത് ആര്? മൗലവി അഹമ്മദുള്ള. 1857 കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിൽ മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹേ ഇസ്ക മാലിക് എന്ന ഗാനം രചിച്ചതാരാണ്? അസീമുള്ള ഖാൻ. ആരാണ്? അസീമുള്ള ഖാൻ. നാനാ സാഹിബ് 1857 കലാപ കാലത്ത് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂർ. എവിടെയാണ്? കാൺപൂർ. ഡൽഹിയിലെ കലാപത്തെ അടിച്ചമർത്തിയതാരാണ്? ജോൺ നിക്കോൾസൺ. 1857 കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ജോർജ് ആൻസൺ. ഡൽഹിയിൽ 1857 കലാപ സമയത്ത് കോളറ ബാധിച്ച് മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ആരായിരുന്നു? ജോർജ് ആൻസൺ. ആരാണ്? ജോർജ് ആൻസൺ. ജോർജ് ആൻസൺ മരണപ്പെട്ടതിന് ശേഷം ഈ പദവിയിലേക്ക് വന്ന വ്യക്തി സർ പാട്രിക് ഗ്രാന്റ്. സർ പാട്രിക് ഗ്രാന്റിന് ശേഷം ഈ പദവിയിലേക്ക് വന്ന വ്യക്തി സർ കോളിൻ കാമ്പൽ. ചിൻഹട്ട് യുദ്ധം നടന്ന വർഷം 1857. ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഹെൻറി ലോറൻസ്. 1857 ഒന്നാം കലാപത്തിന് ഭാഗമായി നടന്ന യുദ്ധം ഏതാണ്? ചിൻഹട്ട് യുദ്ധം. അതിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഹെൻറി ലോറൻസ്. ഇന്ത്യൻ സൈന്യത്തിന് നേതൃത്വം നൽകിയത് ബർക്കത്ത് അഹമ്മദ്. 1857 കലാപകാലത്ത് എവിടെ വച്ചാണ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത്? ലക്നൗ. 1857-58 കാലഘട്ടത്തിൽ കലാപം നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ നേതാവ് ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചതിനാൽ അദ്ദേഹത്തിന് ഡങ്കഷ. എന്താണ്? ഡങ്കഷ എന്ന പേര് കിട്ടി. ആരാണ് അദ്ദേഹം?
മൗലവി അഹമ്മദുള്ള. 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ജോൺ ലോറൻസ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് 1857 കലാപത്തെ വിളിച്ചത് ആരാണ്? TH ഹോംസ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന കലാപത്തെ വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ പഠിച്ചെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.